അഴതൂരും മുംബൈയില് അലീന പടിയിറങ്ങുമ്പോൾ പൊട്ടിക്കരഞ്ഞ് ബബിത. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ബബിതയാണെങ്കിൽ സങ്കടപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. അതായത് കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ആ സസ്പെൻസ് അങ്ങനെ ഏതാണ്ട് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. അതായത് സ്റ്റാലിൻ ബാലചന്ദ്രനെ വിളിച്ച് തനിക്ക് അലീനയെ തൻ്റെ മകളായി, കണ്ണിലെ കൃഷ്ണമണിയായി നോക്കാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നോളാമെന്നും പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം, അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം, അതിന് ഇവിടെ ആരും തടസ്സം നിൽക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും. പക്ഷെ അവൾക്കൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം, വാക്ക് തരേണ്ടി വരും എന്ന് പറയുമ്പോൾ തീർച്ചയായും മിസ്റ്റർ മേനോൻ, ഞാനത് നോക്കിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ അതാ നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് സ്റ്റാൻലി ജോസഫ് വന്നെത്തുകയാണ്, കടന്നു വരികയാണ്. ഇതേ സമയം ബാലചന്ദ്രൻ സ്റ്റാലിനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സ്റ്റാലിൻ വന്ന് വീടിന് ഉമ്മർത്ത് നിൽക്കുമ്പോൾ ആരാണ് എന്നൊരു ചോദ്യം നമ്മുടെ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഉണ്ട് എന്ന് കാണാൻ കഴിയും. അലീന അടുക്കളയിൽ വേറെന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ സ്റ്റാലിനുമായിട്ടുള്ള അഭിമുഖ ചർച്ചകൾക്കൊക്കെ ശേഷം സ്റ്റാലിനെയും കൊണ്ട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. മോളെ അലീനെ, ഒരു ചായ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയുമ്പോൾ കോഫിയുമായിട്ട് അടുത്തേക്ക്, അതായത് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്ന അലീന. ഇതേ സമയം മോൾക്കിത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. നിന്നെ ഏറ്റവും നല്ല സേഫായ ഒരു സ്ഥലത്തേക്ക് അയക്കുമെന്ന് ഈ അച്ഛൻ പറഞ്ഞില്ലേ, ആ സ്ഥലത്തിലെ ആളാണ് ഈ നിൽക്കുന്നത്, ഓണറാണ് ഇത് എന്ന് പറയുന്നു. ഇയാളുടെ പേര് കേട്ടാൽ നീ ചിലപ്പോൾ അറിയേയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നു. അത് കേട്ടാ അലീനയാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. അച്ഛൻ എന്താ പറഞ്ഞേ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഇതേ സമയം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, സ്റ്റാൻലി ജോസഫ് എന്ന്. ഇതേ സമയമാണെങ്കിൽ തൻ്റെ യഥാർത്ഥ അച്ഛനെ കണ്ട അലീനയാണെങ്കിൽ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴാണെങ്കിൽ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാൻലി അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ രോഹിത്താണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആരാച്ച ഇത് എന്ന്. ചേച്ചിയും ഇയാളുമായിട്ട്, ഈ അങ്കിളുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അലീന ചേച്ചിയുടെ യഥാർത്ഥ അച്ഛനായ സ്റ്റാൻലി ജോസഫ് എന്ന് തുറന്നു പറയുകയാണ്. ഇതേ സമയം അലീന ഇവിടെ നിന്ന് ഇന്ന് പോകുമെന്ന് പറയുന്നു. അവളെ ഇയാളുടെ കൂടെ, അതായത് അവളുടെ അച്ഛൻ്റെ കൂടെ ഇന്ന് വിടുകയാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബബിതയ്ക്ക് വളരെയധികം സങ്കടമാകുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യവും അതുപോലെ തന്നെയാണ്, പക്ഷേ ബബിത അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ബബിതയെ. ബബിതയാണെങ്കിൽ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുകയാണ്. അലീന ചേച്ചി പോവുകയാണെന്ന് തിരിച്ചറിയുന്ന ആ സങ്കടകരമായ വാർത്ത ബബിതയെ പിടിച്ചുലയ്ക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മാറി നിന്ന് കരയുന്ന ബബിതയുടെ അടുത്തേക്ക് നമ്മുടെ അലീന ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ ബബിതേ, നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ചേച്ചിക്ക് പണ്ടേ അറിയാമായിരുന്നു. നീ എന്നോട് ദേഷ്യപ്പെടുമ്പോഴും അതിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു, അത് ഈ ചേച്ചി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എന്നും നീ എൻ്റെ അനിയത്തിക്കുട്ടിയാണ്, അങ്ങനെ തന്നെ ഉണ്ടാവുക ചെയ്യും, അല്ലാതെ അതിൽ നിന്നൊരു മാറ്റവുമില്ല എന്ന് പറയുന്ന അലീനയെ കാണാം. ഇപ്പം നീ സങ്കടപ്പെടേണ്ട, ഞാൻ നിനക്ക് എപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നിയാലും തിരിച്ച് വരുന്നതാണ് എന്ന് വാക്ക് കൊടുക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബബിതയാണെങ്കിൽ വളരെയധികം സങ്കടപ്പെടുന്നു. ഇവിടെ പൊട്ടിക്കരയുന്ന ബബിതയുടെ കണ്ണീർ തുടയ്ക്കുകയാണ് അലീന എന്ന് കാണാം. കരയണ്ട, ഈ സമയവും കടന്നു പോകും, എല്ലാം അനുഭവിച്ചേ മതിയാവുകയുള്ളൂ മോളെ. നിങ്ങൾക്ക് അമ്മ ജീവിതത്തിൽ വേണമെങ്കിൽ ഈ ചേച്ചി ഇവിടെ നിന്ന് പോയേ മതിയാവുകയുള്ളൂ എന്ന് അലീന തറപ്പിച്ചു പറയുന്നു.
അലീന ഒടുവിൽ കടപ്പാട്ടൂർ വീടിൻ്റെ പടിയിറങ്ങുന്നു. ഇതേ സമയം നമ്മുടെ ബബിത സങ്കടപ്പെടുന്ന കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ, പ്രേക്ഷകരെ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ